ഹലോ ഋതുക്കുട്ട എനിക്ക് മുന്നേ പണി തുടങ്ങി കേട്ടോ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവൻ ഇങ്ങനെ നോക്കിയിട്ട് അതേപോലെ ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടനെ വെയ്യ സൈഡിലാക്കിയിരിക്കുവാണേ. അപ്പോൾ ചിരട്ടപ്പണിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചിരട്ട കൊണ്ടിട്ട് നല്ലൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കുവാണ് കേട്ടോ. ചിരട്ട നല്ലതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണേ, വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതേ നമ്മൾ ചിരട്ട ഇങ്ങനെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കുന്ന ടൈമിൽ ഞാൻ ഋതുക്കുട്ടനെ അങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ. ഭയങ്കര പൊടിയാണല്ലോ. എന്നിട്ടാണ് കേട്ടോ തേച്ച് വൃത്തിയാക്കാനായിട്ടിരിക്കുന്നത്. നമ്മൾ ഈ പഴയ കാലത്തുള്ള ആ ഒരു ചിരട്ട തവി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ പഴയ കാലത്ത് ആ തവി ഉണ്ടല്ലോ, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉള്ള ടൈമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തവികൾ, അത് പല വീടുകളിലും ഇന്ന് കാണാനായിട്ട് ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പഴയ അമ്മൂമ്മമാരൊക്കെ ഉള്ളിടത്തൊക്കെ കാണുമായിരിക്കും. നമ്മളെവിടെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെവിടെ ഇതിപ്പോൾ ഉണ്ടാക്കുന്നതാണ്, അത് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ലതുപോലെ ചിരട്ട ഇങ്ങനെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു 3-4 ചിരട്ടകൾ നമ്മൾ തേച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതേ ഷേപ്പിലൊക്കെ ഉള്ള ചിരട്ടകളാണ് കേട്ടോ. നമുക്ക് കുഴിയൻ ചിരട്ടയോ പരന്ന ചിരട്ടയോ ഓരോരോ ഇതിനനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ. തേച്ചിട്ട് നമ്മൾ നല്ല തെങ്ങിൻ്റെ തടി നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തെങ്ങിൻ്റെ തടി എടുത്ത് അണ്ണൻ ഇങ്ങനെയൊക്കെ വെട്ടി ഒന്ന് ചീവി സെറ്റാക്കി തന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു പുറത്ത് അതൊക്കെ ഉണ്ടല്ലോ, ആരൊക്കെ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടാൽ അത് പ്രശ്നമാണ് കേട്ടോ. അതിപ്പോൾ ഒത്ത് കയറും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ തെങ്ങിൻ്റെ തടിയൊക്കെ ആണെന്ന് തോന്നി ഈ ചിരട്ടപ്പിടിക്ക് ഇടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. അപ്പം അതാണല്ലോ സാധാരണഗതിയിൽ ഇട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതേണ്ട ഇനി ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു മിഷ്യൻ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു മിഷ്യൻ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിഷ്യൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും അത് വാങ്ങണമെന്നോ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ മിഷ്യൻ വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ ആ ഒരു നമ്മുടെ പിടി ഇട്ട് കൊടുക്കുന്നില്ലേ, പിടി ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടിപ്പ് പോർഷൻ ഒന്ന് തേച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂർപ്പിക്കുന്നതല്ല, ഒന്ന് ജസ്റ്റ് ഷാർപ്പാക്കി എടുത്തിട്ടാണ് കേട്ടോ. ഷാർപ്പല്ല, ഷേപ്പാക്കി എടുത്തിട്ടാണ് നമ്മൾ അതിലേക്കൊന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത്. അറിയാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കുള്ളവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. പണ്ടത്തെ ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് കുറേ കൂടിയൊക്കെ അറിയാമായിരിക്കും. ഇപ്പോഴത്തെ ജനറേഷനാണല്ലോ ഇതൊന്നും അറിയാൻ ചിലപ്പോൾ വഴിയില്ല, ചാൻസ് ഇല്ലാത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ചിരട്ടയിൽ ഈ ഉണ്ടാക്കി തവി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴയ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേകതയാണ് തോന്നാറുള്ളത്. അപ്പോൾ പിന്നെ തൻ്റെ അണ്ണ ഈ കണ്ണാപ്പിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതൊക്കെ ഐഡിയ ഒക്കെ അണ്ണൻ്റെതാണ്. നമുക്ക് വെറൈറ്റി ആയിട്ടും കൂടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ മെഷീൻ ഉള്ളത് കൊണ്ട്, ഈ സാധനം ഉള്ളതുകൊണ്ട് കണ്ണിട്ട് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് നേരത്തെ നമ്മൾ ഈ ബിറ്റ് വെച്ചിട്ട് കൈ വെച്ച് കറക്കിയാണ് നമ്മൾ ഈ കണ്ണിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ നമ്മൾ ഈ മെഷീൻ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാനൊക്കെ ഇപ്പോൾ നല്ല എളുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് ഹോളിട്ട് കൊടുക്കാനും എല്ലാം നല്ല എളുപ്പമാണ്, കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇതൊക്കെ എണ്ണൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. നമ്മുടെ കരണ്ടിയല്ലേ, നമ്മൾ പല സ്പൂണുകളുടെയും ഒരു ഡിസൈനിലെണ്ണം ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതിലും കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ഹോളൊക്കെ ഇട്ട് അതിലും കൂടിയിട്ട് നമ്മൾ പിടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതൊരു ഡിസൈനിലങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ ഷോർട്ട് ഇട്ടപ്പോൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ കണ്ണാപ്പ കരണ്ടിക്ക് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, കൊള്ളാന്ന് കേട്ടോ. നല്ലെണ്ണയാണ് കേട്ടോ ഇതിൽ തടവി കൊടുത്തിരിക്കുന്നത്, വാർണിഷൊന്നും അല്ല. നമ്മൾ പാചകത്തിന് എടുക്കുന്ന സാധനം ആയതുകൊണ്ട് നല്ലെണ്ണ തടവി എടുത്തതാണ്. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ സ്പൂണുകളൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.